സൺഡേ എനിക്ക് തോന്നുന്നത് മിക്ക ആൾക്കാർക്കും ഒരു സ്പെഷ്യൽ ഡേ ആയിരിക്കും അല്ലെ. സ്പെഷ്യൽ ഡേ എന്ന് പറഞ്ഞാൽ ഹോളിഡേ ആണ് ഒരുവിധം സ്ഥലങ്ങളിൽ എല്ലായിടത്തും. അപ്പൊ കുറെ പേർക്ക് ജോലിയിലൊക്കെ കിടന്ന് ഉറങ്ങാനായിട്ടുള്ള ഒരു ദിവസമായിരിക്കും. അതല്ലെങ്കിൽ കുറെ പേർക്ക് ഫ്രണ്ട്സിന്റെ ഫാമിലിയുടെ ഒക്കെ കൂടെ പുറത്ത് കറങ്ങാൻ പോകാനായിട്ട്, ഷോപ്പിങ്ങിന് പോകാനോ സിനിമ കാണാൻ പോകാനോ ഒക്കെ ഉള്ള ദിവസമായിരിക്കും. അങ്ങനെ പലരും എനിക്ക് തോന്നുന്നത് സൺഡേ പല തരത്തിൽ ആഘോഷിക്കുന്നുണ്ട്. എന്നാലും എല്ലാവർക്കും ഒരു കുറച്ച് നല്ല സന്തോഷമുള്ള ഒരു ദിവസമായിരിക്കും സൺഡേ. ബാക്കിയുള്ള ദിവസങ്ങളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഞങ്ങൾക്കും ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ് സൺഡേ. കാരണം കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ സൺഡേയിൽ ഇവിടെ ഒരു സ്പെഷ്യൽ കുക്കിംഗ് ചെയ്യാറുണ്ട്. ഒരു 3 കോഴ്സ് ലഞ്ച്. സൺഡേ എല്ലാവരും എഴുന്നേൽക്കുമ്പോൾ ലേറ്റ് ആവും. അപ്പൊ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തട്ടിക്കൂട്ടി എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നുണ്ടാവുള്ളൂ. പിന്നെ ഡിന്നറും ലഞ്ചും എല്ലാം കൂടി ഞങ്ങൾ ഒരു ആഫ്റ്റർനൂണിൽ ഒരു 3 മണിയൊക്കെ ആകുമ്പോഴായിരിക്കും ഞങ്ങൾ ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്ത് 12 മണിയൊക്കെ ആകുമ്പോഴും കുക്ക് ചെയ്യാൻ തുടങ്ങുന്നുണ്ടാവുക. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കഴിക്കുന്നുണ്ട്. നമ്മൾ പുറത്ത് പോയി റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന ഫുഡ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന പറഞ്ഞാൽ നല്ലൊരു രസമല്ലേ. അപ്പൊ ഇന്നത്തെ എന്റെ റെസിപ്പീസ് ക്രാബ് അറഞ്ചീനി ആണ്, പിന്നെ റോസ്റ്റ് ചിക്കൻ, പിന്നെ ഉള്ളത് ഡെസേർട്ട് എന്ന് പറയുന്നത് ടിറാമിസു ആണ്. അപ്പൊ നമ്മള് ഇറ്റലിയിലേക്ക് 2 പ്രാവശ്യം പോകും. സ്റ്റാർട്ടർ കഴിക്കാനും പോകും, ഡെസേർട്ട് കഴിക്കാനും പോകും. പിന്നെ നമ്മൾ ഇംഗ്ലണ്ടിലേക്ക് അതിന്റെ ഇടയിൽ ഒരു മെയിൻ കോഴ്സ് കഴിക്കാൻ പോകും. അപ്പൊ നമുക്ക് റെസിപ്പീസ് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മളുടെ സ്റ്റാർട്ടർ ഇന്ന് ക്രാബ് അറഞ്ചീനി ആണ്. അപ്പോൾ അതിന് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു മീഡിയം ഹീറ്റിലൊരു ഫ്രൈങ് പാൻ വെച്ചിട്ടുണ്ട്, നോൺ സ്റ്റിക്കിൻ്റെ. അതിലാദ്യം തന്നെ നമുക്ക് കുറച്ച് ബട്ടർ ഇടണം. ഇത് ഒരു റൈസും ക്രാബ് മീറ്റും ഒക്കെ കൂടെ ഉണ്ടാക്കണ ഒരു നമ്മുടെ കട്ട്ലേറ്റ് പോലെയൊക്കെ ഫ്രൈ ചെയ്തെടുക്കണ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഈ ബട്ടർ ആദ്യം ഒന്ന് മെൽറ്റ് ആവട്ടെ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് റൈസ് ഇട്ടിട്ട് ഒന്ന് ഇത്തിരി ചെറുതായിട്ടൊന്നിങ്ങനെ ഫ്രൈ ചെയ്യണ പോലെ, ഫ്രൈ ഒന്നും ആവണ്ട, ഒന്ന് ഇങ്ങനെ ഇളക്കണം. അത് കഴിഞ്ഞ ശേഷം ഞാനിതേ ഇവിടെ കുറച്ച് ചിക്കൻ സ്റ്റോക്ക് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് സ്റ്റോക്ക് ക്യൂബ് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത ചിക്കൻ സ്റ്റോക്കാണ് കേട്ടോ. അപ്പോൾ അത് ഒഴിച്ചിട്ട് നമ്മൾ മെല്ലെ ഇളക്കി ഈ റൈസിന് ആ സ്റ്റോക്കിൽ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ബട്ടർ മെൽറ്റ് ആവട്ടെ ആദ്യമേ. അപ്പോൾ നമ്മുടെ ബട്ടറൊക്കെ ഇവിടെ നല്ലോണം മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി റൈസ് ഇടാം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന റൈസ് റിസോർട്ടോന്നൊക്കെ നമ്മൾ എടുക്കുന്ന റൈസാണ് കേട്ടോ. അപ്പോൾ അത് കുറേശ്ശെ ഇതിലേക്ക് ഇട്ടിട്ട് ആദ്യം തന്നെ ഈ ബട്ടറിൽ നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മുടെ റൈസ് ഇതേ ബട്ടറിൽ കിടന്നിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് ഞാനിങ്ങനെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ സ്റ്റോക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിക്കേണ്ട സ്റ്റോക്ക് ആദ്യം ഒരു ഇത്തിരി ഒഴിക്കുക. അത് വറ്റി കഴിയുമ്പോൾ അടുത്തത് കുറച്ച് ഉണി ഒഴിക്കുക. അങ്ങനെ ഈ സ്റ്റോക്ക് കഴിയണ വരെ ഇതൊഴിച്ച് ഇളക്കി വരുമ്പോഴേക്കും ഈ അരി നമുക്ക് വെന്ത് കിട്ടും. നമ്മൾ ചോറുണ്ണാനായിട്ട് അരി വേവിക്കുന്ന അത്രയും നന്നായിട്ട് വേവില്ല കേട്ടോ ഈ അരി. ഒരു ചെറിയൊരു കടിക്കും നമ്മൾ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ വെന്ത് ഉടഞ്ഞു പോവില്ല. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ സ്റ്റോക്ക് ഒഴിച്ചതിന് ശേഷം ഈ അരി ഇത് നല്ലോണം വലിച്ച് എടുത്ത് അബ്സോർബ് ചെയ്ത് എടുത്ത് വെന്ത് വരുന്ന ആ ഒരു പാകല്ലേ. ഇപ്പം നോക്കി ഞാൻ നേരത്തെ ഒഴിച്ച സ്റ്റോക്ക് കംപ്ലീറ്റ് അത് അബ്സോർബ് ചെയ്തെടുത്തു അരി. അത് വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ ലാസ്റ്റ് ഇത്തിരിയും കൂടി ഉള്ളൂ സ്റ്റോക്ക് അടിഭാഗമായി. അപ്പോൾ അതും കൂടി ഒഴിച്ച് ലാസ്റ്റത്തെ എല്ലാം കൂടെ ഒരുമിച്ച്, അപ്പോൾ കുറേശ്ശെ ഇത്രയ്ക്ക് സ്റ്റോക്ക് ഞാൻ ഓരോ പ്രാവശ്യം ഒഴിക്കണുള്ളൂ. അതൊഴിച്ച് അവസാനത്തെ ഒരു ഇളക്കൽ കഴിഞ്ഞാൽ ഇത് ഏതാണ്ട് വേവും. 3/4 വേവല്ല, അതിനേക്കാളും വേവും. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് 100% വെന്തിട്ടുണ്ടാവില്ല. ചെറിയൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കടിക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് കടിക്കാൻ കിട്ടും നമുക്ക്. ഭയങ്കര സോഫ്റ്റ് ആയിരിക്കില്ല അരി. അപ്പോൾ ഇതും കൂടി ഒന്ന് വറ്റി വന്ന് കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് ക്രാബ് മീറ്റ്, നമ്മുടെ ക്യാനിൽ വാങ്ങിക്കുന്ന ക്രാബാണ് ഞാൻ യൂസ് ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ക്യാനിലുള്ള ക്രാബ് മീറ്റ്. ഞാനിങ്ങനെ ഒരു അരിപ്പയിൽ ഡ്രെയിൻ ചെയ്യാൻ വെച്ചേക്കായിരുന്നു. അപ്പോൾ ഇതും കൂടെ നമുക്ക് ഈ റൈസിൻ്റെ കൂടെ ഇടാം. ഈ ഒരു മീഡിയം ഇതിലാണ് ഞാൻ വെച്ചേക്കണത്. മീഡിയം ടു ലോ എന്ന് പറയുന്ന ഒരു ഇതിൽ പെട്ടെന്ന് ഇത് വെള്ളം വറ്റിച്ച് കളഞ്ഞാൽ നമ്മുടെ റൈസ് വേവില്ല. അപ്പോൾ അതുകൊണ്ടൊരു മീഡിയം ടു ലോ അതിൽ തീ വെച്ചതിന് ശേഷം, സെറ്റിങ്ങിൽ തീ വെച്ചതിന് ശേഷമാണ് ഞാൻ ഇതെല്ലാം ചെയ്തെടുത്തത്.
അപ്പോൾ ഇതേ നമ്മുടെ സ്റ്റോക്കും ഒക്കെ ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഫ്രഷ്ലി ഞാനിപ്പോൾ തന്നെ പൊടിച്ചെടുത്തതാണ്. അപ്പം ആ കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നല്ലോണം ഒന്ന് ഇളക്കി ഒരു 3 കൂടി വേണമെങ്കിൽ ഡ്രൈ ആക്കി കഴിഞ്ഞതിന് ശേഷം നമുക്കിതിവിടെ തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതേ നമ്മുടെ റൈസിലത്തെ എല്ലാ വെള്ളവും വറ്റിയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിത് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ മെയിൻ എന്ന് പറയുന്നത് റോസ്റ്റ് ചിക്കൻ ആണ്. അപ്പോൾ റോസ്റ്റ് ചിക്കൻ അവനിൽ വെക്കാനായിട്ട് ഞാനൊരു അവനിൽ വെക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിൻ്റെ ഉള്ളിൽ കുറച്ച് ക്യാരറ്റും കുറച്ച് സവാളയും കുറച്ച് വെളുത്തുള്ളിയും അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്യാരറ്റൊക്കെ അത്യാവശ്യത്തിന് നല്ല വലുപ്പമുള്ള കഷ്ണമായിട്ട് തന്നെയാണ് ഇട്ടേക്കണത്. ഇതൊരു 1.25 മണിക്കൂർ എടുക്കും ഇത് കുക്കായി കിട്ടാനായിട്ട്. അപ്പോൾ അത്രയും നേരം അവനിൽ ചൂടിൽ ഇരിക്കേണ്ടത്. സവാളയും അത്യാവശ്യത്തിന് വലുപ്പമുള്ള കഷ്ണങ്ങളായിട്ട് അരിഞ്ഞേക്കണത്. പിന്നെ ഈ വെളുത്തുള്ളി ഒന്നും ഞാൻ തൊലി കളഞ്ഞിട്ടില്ല, അതിങ്ങനെ തന്നെ തൊലിയോട് കൂടിയിട്ടാണ് ഇട്ടേക്കണത്. അപ്പോൾ അത് റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ ഈവൻ ഈ സ്കിന്നിലത്തെ ചിലവർ സവാളയുടെ പോലും തൊലി കളയില്ല. അപ്പോൾ ആ സ്കിന്നിലത്തെ ഒരു കളറ് നമ്മുടെ ഗ്രേവിയിലേക്ക് ഇറങ്ങി നല്ലൊരു ഫ്ലേവറും അതുപോലെ കളറും ഒക്കെ വരും അതിന്. അപ്പോൾ ചിക്കൻ ഇവിടെ ഞാൻ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു കിച്ചൺ ടിഷ്യൂ വെച്ചിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ചിക്കനൊന്നും വാഷ് ചെയ്യരുത് എന്നാണ് റെക്കമെൻഡ് ചെയ്യണത്. എന്നാലും പക്ഷെ എനിക്കത് വാഷ് ചെയ്തില്ലെങ്കിൽ ഒരു തൃപ്തി വരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാഷ് ചെയ്തിട്ട് കിച്ചൺ ടവലൊക്കെ വെച്ച് നല്ലോണം ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ പരട്ടണത് ബട്ടറാണ് കേട്ടോ, കുറച്ച് മെൽറ്റ് ചെയ്തിട്ടുള്ള ഒന്നുകൂടെ സോഫ്റ്റ് ആക്കിയിട്ടുള്ള ബട്ടർ എല്ലായിടത്തും സ്കിന്നിൻ്റെ മുകളിലൊക്കെ നല്ലോണം പരട്ടുക. അത് കഴിഞ്ഞ് നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പും കുരുമുളകും ഒന്നും ഇടുക. അത് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ, വേറെ ഒന്നും ഇടണമൊന്നുമില്ല, മസാലകളും കാര്യങ്ങളൊന്നും. അപ്പോൾ നമുക്ക് ശരിക്കും ആ ചിക്കൻ്റെ ഒറിജിനൽ ടേസ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അവൻ ഞാനിവിടെ ഒരു 170 ഡിഗ്രി സെൽഷ്യസിൽ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേ ചിക്കൻ്റെ മുകളിൽ ബട്ടറും സോൾട്ടും പെപ്പറും ഒക്കെ ഇട്ടിട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നേരത്തെ കട്ട് ചെയ്ത് വെച്ച 2 ലെമൺ ഇല്ലേ, പകുതി ലെമൺ, അത് ഇതിൻ്റെ ഉള്ളിലുണ്ട് ഈ ക്യാവിറ്റീൻ്റെ ഉള്ളിൽ നമ്മൾ വെച്ച് ഇതിനെ നേരെ അവനിൽ കൊണ്ടുപോയി വെക്കും. ഇനി ഒരു 1.25 മണിക്കൂർ ഇതിൻ്റെ കാര്യം നമുക്ക് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, അത് അവിടെ ഇരുന്ന് ആയിക്കോളും. അപ്പം നമ്മൾ നേരത്തെ നമ്മളിവിടെ വേവിച്ച് വെച്ച റൈസ് നല്ലോണം ചൂടൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് ബോൾസ് അവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഈ ചൂടാറി റൈസ്, പിന്നെ കുറച്ച് മൊസറല്ല ചീസില്ലേ, അത് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഈ ബോളിൻ്റെ ഉള്ളിൽ സ്റ്റഫ് ചെയ്തിട്ട് നമുക്ക് വെക്കാം. പിന്നെ കുറച്ച് മൈദ, ഒരു മുട്ട അടിച്ച് വെച്ചിട്ടുണ്ട്, കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് പരിപാടി. ആദ്യം നമ്മൾ ഈ റൈസിൻ്റെ ചെറിയൊരു ഉരുള ആയിട്ട് എടുക്കണു. ഇപ്പം ഇത് കയ്യിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല കേട്ടോ. ഞാൻ 8 എണ്ണം ഉണ്ടാക്കി. എന്നിട്ട് എൻ്റെ കൈ കണ്ട് നല്ല ക്ലീനാണ്. കാരണം ഞാൻ സ്പൂണൊക്കെ വെച്ച് ചെയ്യണത് കൊണ്ട്. നമ്മൾ കട്ട്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ സാധാരണ നമ്മുടെ കൈ ഭയങ്കര വൃത്തികേടാവില്ല, പക്ഷേ ഈ ഫോർക്കും സ്പൂണൊക്കെ വെച്ച് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഉണ്ടയാക്കിയിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഒരു ഹോൾ ഇതുപോലെ വിരൽ വെച്ചിട്ട് ആക്കി, എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മളൊരു ചീസിൻ്റെ ഒരു കഷ്ണം വെച്ച് സ്റ്റഫ് ചെയ്തിട്ട് അതിനെ ഇങ്ങനെ കവർ ചെയ്തെടുത്തു. നമ്മുടെ ഈ കൈയിൻ്റെ ഈ ഭാഗം വെച്ചിട്ട് ഇങ്ങനെ ആക്കിയാൽ നല്ല അടിപൊളി ഒരു ബോളായിട്ട് ഷേപ്പായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ പൊടിയിലേക്ക് ഇടുന്നു, നമ്മുടെ മൈദയിലേക്ക്. അതൊന്ന് എല്ലായിടത്തുമായിട്ട് നമ്മുടെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് കാണിച്ചാൽ എക്സസ് ആയിട്ടുള്ള പൊടി വല്ലതുണ്ടെങ്കിൽ അതൊക്കെ പോയിക്കോളും. ജസ്റ്റ് ഒരു കോട്ടിങ് മതി, എന്നാലും ഈ മുട്ട അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ മൈദയുടെ ഒരു കോട്ടിങ് കൊടുത്തത്. അതിന് ശേഷം മുട്ടയിൽ ഒന്നിങ്ങനെ ഫോർക്ക് വെച്ച് ഉരുട്ടിയെടുക്കുക. അപ്പം ഞാൻ ഈ മുട്ടയിൽ കൈ മുക്കാത്തത് കൊണ്ടാണ് എൻ്റെ കൈ ക്ലീനായിട്ടിരിക്കുന്നത് കേട്ടോ. 3 എണ്ണം ഉണ്ടാക്കിയിട്ടും മുട്ടയിൽ നിന്ന് അതെടുത്തിട്ട് ബ്രെഡ് ക്രംസിലിടുക. എന്നിട്ട് ഞാൻ ചെയ്യണത് തൊടാണ്ട് ഈ ബൗള് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ആദ്യം ഉരുട്ടുകയാണ്. അപ്പോൾ കുറച്ച് ഭാഗങ്ങളിലൊക്കെ അത് ബ്രെഡ് ക്രംസ് ആയി ഉണ്ടാവും. പിന്നെ ബാക്കി ആവാത്തോടത്ത് വല്ലതുണ്ടെങ്കിൽ ഇങ്ങനെ കോരിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും ബ്രെഡ് ക്രംസ് വെച്ചിട്ട് കോട്ടഡായി. അപ്പം നമ്മുടെ അടുത്ത ബോൾ ഇവിടെ റെഡിയായി. അങ്ങനെ എല്ലാ ബോളും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ട് വരാം.
അപ്പോൾ റോസ്റ്റ് ചിക്കൻ്റെ കൂടെ കുറച്ച് മാഷ്ഡ് പൊട്ടറ്റോ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഇത്രയും വലുപ്പത്തിലുള്ള കഷ്ണങ്ങളാക്കി തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ചതിന് ശേഷം കുറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വെന്ത് കഴിഞ്ഞിട്ടുണ്ട്, നല്ലോണം സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തതിന് ശേഷം ഞാനൊരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇങ്ങനെ ഒരു മാഷർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടോ ഇത് നല്ലോണം ഒന്ന് മാഷ് ചെയ്തെടുക്കാം. പൊട്ടറ്റോ ഇവിടെ നല്ലോണം മാഷ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ക്രീമാണ് ശരിക്കും പറഞ്ഞാൽ ഒഴിക്കേണ്ടത്, പക്ഷെ എൻ്റെ കയ്യിൽ ക്രീമില്ല. ഞാൻ കുറച്ച് പാലും കുറച്ച് ഉപ്പും കുരുമുളകും എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് പാൽ ഒഴിച്ചാൽ മതി കേട്ടോ, കുറേ ഒന്നും വേണ്ട. ഒരു ക്രീമി ഒരു ടെക്സ്ചർ ആവാനാണ് നമ്മൾ പാൽ ഒഴിക്കുന്നത്. അല്ലെങ്കിൽ ക്രീമാണ് ഏറ്റവും നല്ലത്, ഡബിൾ ക്രീമാ സിംഗിൾ ക്രീമാ അങ്ങനെ എന്തെങ്കിലും. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇടാം, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പെപ്പറും. നമ്മുടെ മാഷ് ഇവിടെ റെഡിയായി. അപ്പം അടുത്തത് നമുക്ക് യോർക്ക്ഷയർ പുഡിംഗ് ഉണ്ടാക്കാം. അതിന് കുറച്ച് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം ഒരു 4 മുട്ടയാണ് ഞാൻ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാൻ പോണേ. യോർക്ക്ഷയർ പുഡിങ്ങിൻ്റെ പേര് അങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇതൊരു സ്വീറ്റ് സംഭവമല്ല കേട്ടോ. നമ്മൾ മെയിൻ കോഴ്സിൻ്റെ കൂടെ കഴിക്കുന്ന ഒരു അക്കമ്പനിമെൻ്റ് ആണ് യോർക്ക്ഷയർ പുഡിംഗ്. ഈ മുട്ടേനെ ആദ്യം ഒന്ന് ഉടച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ പൊടിയിൽ. എന്നിട്ട് നമുക്കിതിലേക്ക് കുറേശ്ശെ കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഒരു ബാറ്റർ ആക്കി എടുക്കണം. എന്നിട്ട് നമ്മൾ അവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യണേ. നല്ലോണം ആ മുട്ട മാത്രം ഈ പൊടിയുടെ കൂടെ നമ്മൾ മിക്സ് ചെയ്തെടുത്തു. എന്താ പറയുക, കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പാൽ ഒഴിക്കണം. കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. പാലൊക്കെ ഒഴിച്ച് നമ്മൾ മിക്സ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇത്തിരി ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ബാറ്റർ ഇവിടെ റെഡിയായി. നമ്മുടെ ചിക്കൻ അവിടെ റോസ്റ്റ് ചെയ്യാനായിട്ട് ഫൈനൽ ഒരു 10 മിനിറ്റും കൂടി ഉള്ളൂ. അപ്പോൾ ആ ചിക്കൻ അവന്ന് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇനി യോർക്ക്ഷയർ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് വെക്കാം. അപ്പോൾ യോർക്ക്ഷയർ പുഡിംഗ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് ഇതുപോലെയുള്ള എന്തെങ്കിലും ഒരു സംഭവമാണ് കേട്ടോ. ഇത് കപ്പ് കേക്കിൻ്റെ ട്രേ ആണ്. അതിൻ്റെ മുകളിൽ ഈ ഓയിലിൻ്റെ പാടൊക്കെ തന്നെ കാരണം യോർക്ക്ഷയർ പുഡിംഗ് ഉണ്ടാക്കിയിട്ടാണ് അതിൻ്റെ കോലങ്ങിനെയായത്. അപ്പോൾ ഇത് പഴയൊരു കപ്പ് കേക്ക് ട്രേ ആണ്. അപ്പോൾ ഞാൻ ഇതിനിപ്പോൾ യോർക്ക്ഷയർ പുഡിംഗ് ഉണ്ടാക്കാൻ മാത്രമേ യൂസ് ചെയ്യണുള്ളൂ. അപ്പോൾ അതുപോലെ നമുക്ക് ഇതുപോലത്തെ ചെറിയ കുഴിയുള്ളതിൽ ഉണ്ടാക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നല്ല വലിയ കുഴിയുള്ള ട്രേയിലും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് ഓയിൽ ഈ ഓരോ കുഴിയിലും ഒഴിക്കും. ഈ കുഴിയുടെ അടിഭാഗം ഇങ്ങനെ അടിഭാഗത്ത് മുഴുവനും ആവണ വരെയുള്ള ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. രണ്ട് സ്റ്റേജായിട്ട് ഉണ്ടാക്കണം. ആദ്യം ഈ ഓയിൽ മാത്രം ഒഴിച്ചിട്ട് ഈ ട്രേ ഒന്ന് അവനിൽ വെക്കണം. എന്നിട്ട് ഓയിൽ നല്ലോണം ചൂടായി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളതിൽ ബാറ്റർ ഒഴിച്ചിട്ട് അത് ബേക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. ഇവിടെ അരഞ്ചീനി ബോൾസ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കുറേശ്ശെ ആയിട്ട് ഓയിലിട്ടിട്ട്. നമ്മുടെ ചിക്കൻ അവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. യോർക്ക്ഷയർ പുഡിങ്ങിനുള്ള ഓയിൽ നമുക്ക് ആദ്യം അവനിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. ഞാൻ ബാറ്റർ ഒഴിച്ചിട്ടില്ല, ജസ്റ്റ് ഓയിൽ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കിനി ചിക്കനെ മാറ്റി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാൻ പോവാണ്. അതിൻ്റെ താഴെയുള്ള ആ സോസൊക്കെ എടുത്ത് നമുക്കൊരു ഗ്രേവി ഉണ്ടാക്കാം. കുക്ക് ചെയ്ത ഉടനെ തന്നെ എടുത്ത് കഴിക്കരുത് കേട്ടോ. കുറച്ചു നേരം ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളത് കട്ട് ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക മീറ്റിന്. ഭാഗത്തൊന്നും വേവാനില്ല കേട്ടോ. നമ്മൾ അരി വേവിച്ചതാണ്. പിന്നെ ചീസൊന്ന് മെൽട്ടായി കിട്ടും, അത്രയേ ഉള്ളൂ. ക്രാബ് മീറ്റും കുക്ക്ഡ് ആയിരുന്നു.
ഇത് നല്ല ബ്രൗൺ കളർ ആയിട്ട് ഗോൾഡൻ ബ്രൗൺ ആയിട്ട്. അപ്പൊ നമുക്ക് ഇതെടുത്ത് മാറ്റാം. അരഞ്ചീനി ബോൾസിന്റെ കൂടെ കഴിക്കാനായിട്ട് കുറച്ച് മയോണൈസും അതിന്റെ മുകളിൽ കുറച്ച് പാപ്രിക്കയും അങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ കൂടെ വേറെ എന്തെങ്കിലും സോസുകളൊക്കെ മിക്സ് ചെയ്യണമെങ്കിൽ മിക്സ് ചെയ്യാം. അപ്പോൾ ഇതും ലെമൺ വെഡ്ജസും ആയിട്ടാണ് ഞാൻ സെർവ് ചെയ്യാൻ പോകുന്നത്. ഈ റോസ്റ്റ് ചെയ്ത വെജിറ്റബിൾസും ഒക്കെ നമുക്ക് സെർവ് ചെയ്യാം ചിക്കൻ്റെ കൂടെ. ഇത് നമ്മളുടെ ചിക്കൻ റോസ്റ്റ് ചെയ്തിട്ടുള്ള ജ്യൂസസ് ആണ് ഞാൻ വേറൊരു സോസ് പാനിലേക്ക് ഒഴിക്കുകയാണ്. അതിൻ്റെ ഗ്ലാസ് ട്രേ ആയതുകൊണ്ട് ഇതെനിക്ക് കുക്കറിൻ്റെ മുകളിൽ വെക്കാൻ പറ്റില്ല. നമ്മുടെ ചിക്കൻ ജ്യൂസസിലേക്ക് ഞാൻ ഒരു സ്പൂൺ മൈദ ഇടുന്നുണ്ട് കേട്ടോ, ആ ഗ്രേവി ഒന്ന് തിക്കാവാനായിട്ട്. എന്നിട്ട് ലോ ഹീറ്റിൽ വെച്ചിട്ട് ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കാം. തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് കുറച്ചും കൂടി ഒഴിച്ച് നമുക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് ഗ്രേവിയുടെ ക്വാണ്ടിറ്റി ആക്കി എടുക്കാം. നമ്മുടെ യോർക്ക്ഷയർ പുഡിങ്ങിൻ്റെ ഓയിൽ 10 മിനിറ്റ് നേരം ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറേശ്ശെ നമ്മളുടെ ബാറ്റർ ഒഴിക്കണം. നമുക്കിനി ഇത് അവനിലേക്ക് വെക്കാം. നമ്മുടെ ഗ്രേവിയിൽ നമ്മൾ നേരത്തെ മൈദയൊക്കെ ഇട്ടില്ലേ, അതിലേക്ക് കുറച്ച് ചിക്കൻ സ്റ്റോക്കും കൂടെ ആഡ് ചെയ്യണം. എന്നിട്ട് ഇതിവിടെ ഇരുന്ന് ഒന്ന് റെഡ്യൂസ്ഡ് ഹീറ്റിലിരുന്ന് ഒന്ന് തിക്കനാവട്ടെ. നമ്മുടെ യോർക്ക്ഷയർ പുഡിംഗ് ഒരു 12 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കണ്ട റെഡിയായി, എല്ലാം നല്ല പഫിയായി വന്നിട്ടുണ്ട്. Good, Eva? Film it. Really good. Good? നല്ല flavour. നല്ല ഫ്ലേവർ. ഓ ദൈവമേ, മലയാളമാണ് അപ്പോൾ. എന്ത് ഫ്ലേവറാണ്? Coffee. Coffee? The cream, the chocolate. Cream, chocolate. And the sponge is nice. Sponge is nice. Oh, good. Good. Okay.